മാത്രമൊന്നുമല്ല പ്രസവിച്ച, കുറേ ആൾക്കാരോട് പ്രസവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല പ്രസവിക്കുന്നത്, ബാക്കിയുള്ളവർ പ്രസവിക്കുന്നുണ്ട്, നമുക്ക് അവരെ നോക്കണം. എന്നിട്ട് ഉള്ളു പരിശോധിച്ചപ്പോൾ നിന്നെ മാത്രം നോക്കുന്നതല്ല, ഉള്ളു പരിശോധിച്ചിട്ട് ഒന്നുമില്ല അതുകൊണ്ട് വെറുതെ പറഞ്ഞു വിടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മ മാത്രമേ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള വേദന, സത്യമായിട്ട് വേദനയുണ്ടായിരുന്നു ആ സമയത്ത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ടുകൾ കിട്ടിയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും തന്നെ ഞെട്ടിപ്പോകും. കാരണം 2.5 മാസത്തോളമാണ് ആ തുണിക്കെട്ടുകൾ വയറ്റിലിരുന്നത്. അതുമാത്രമല്ല, യുവതി അനുഭവിച്ച വേദന, കടുത്ത ദുർഗന്ധം, അവർക്കൊന്ന് ഫുഡ് കഴിക്കാനോ ഒന്ന് ഉറങ്ങാനോ വെള്ളം കുടിക്കാനോ പോലും പറ്റുന്നില്ല, അത്രയധികം വയറുവേദനയായിരുന്നു. ഒരു 2-3 പ്രാവശ്യം ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടറോട് കാര്യം പറഞ്ഞു. അപ്പോഴെല്ലാം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വേദന സഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് നീ മാത്രമല്ലല്ലോ പ്രസവിച്ചത്, ഒരുപാട് സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ VIP-കളൊക്കെ വിദേശ രാജ്യങ്ങളിലെ ചികിത്സയ്ക്ക് പോകുന്നത്. അവർക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ തേടാനുള്ള സാമ്പത്തികമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഗവൺമെൻറ്റിലെ ആശുപത്രികളെയൊക്കെ നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചാൽ ആരോഗ്യമന്ത്രി പറയുന്നത് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഒന്ന് കിട്ടട്ടെ എന്നായിരിക്കും. ഇനി നമ്മൾ ഇതിനെതിരെ ഡോക്ടർമാരെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്താൽ മറ്റുള്ള ഡോക്ടർമാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരതിനെതിരെ സമരം ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്നും ഇങ്ങനെ മുരടിച്ച് തന്നെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ അനാസ്ഥ കാരണം നമ്മളും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. പാലക്കാട് ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ച് മാറ്റി, തിരുവനന്തപുരത്ത് വേണു എന്നുള്ളൊരു മനുഷ്യൻ നെഞ്ചുവേദനയായിട്ട് വന്ന് ഒരു ബെഡ് പോലും കിട്ടാതെ, ഒരു ചികിത്സ പോലും കിട്ടാതെ തറയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്നു, അതുപോലെ തന്നെ വളരെ നാണക്കേട്.